കെട്ടിയോളാനൻ്റെ മാലാഖ, റോഷാക്ക് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം നിസാം ബഷീറിന്റെ സംവിധാനത്തിൽ ജൂലൈ 9-ന് തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ഐ നോബഡി. പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ ബാനറിൽ ഒരുക്കിയ ചിത്രത്തിൽ പൃഥ്വിരാജ്, സുകുമാരൻ, പാർവതി തിരുവോത്ത്, അശോകൻ, ഹക്കീം ഷാജഹാൻ തുടങ്ങിയ വമ്പൻ താരനിരയാണ് അണിനിരന്നത്. റിലീസിന് മുമ്പ് ചിത്രത്തിന്റെ ടീസറുകളും ട്രെയിലറുകളും ഒരു മികച്ച ആക്ഷൻ ചിത്രമെന്ന നിലയിൽ മികച്ച ഹൈപ്പ് നൽകിയെങ്കിലും റിലീസിന് പിന്നാലെ സമ്മിശ്ര പ്രതികരണമായി ഐ നോബഡിക്ക് ലഭിച്ചത്. മികച്ച ആദ്യ പകുതിയാണ് ചിത്രത്തിൻ്റെതെന്ന് പലരും അഭിപ്രായപ്പെട്ടപ്പോൾ വലിയ വിമർശനമായിരുന്നു രണ്ടാം പകുതി നേരിടേണ്ടി വന്നത്. തൽഫലമായി റിലീസ് ചെയ്ത് രണ്ടാഴ്ച അടുക്കുമ്പോഴും തന്നെ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ കളക്ഷൻ കാര്യമായി ഇടിവ് സംഭവിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സിനിമാ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. സിനിമാ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകൾ പ്രകാരം ബോക്സ് ഓഫീസിൽ ഐ നോബഡി അതിൻ്റെ അവസാനത്തോട് അടുക്കുകയാണ്. ചിത്രം റിലീസ് ചെയ്ത് 14 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കണക്ക് പ്രകാരം 7.65 കോടി രൂപയാണ് ഐ നോബഡി കേരളത്തിൽ തിയേറ്ററിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിരുന്നത്. ഇന്ത്യയിൽ നിന്ന് ചിത്രം കൂടുതൽ കളക്ഷൻ നേടിയ മറ്റൊരു സംസ്ഥാനം കർണാടകയാണ്. 95 ലക്ഷമാണ് ചിത്രത്തിന് ഇവിടെ നിന്ന് നേടാനായത്. ഇതടക്കം ഇന്ത്യയിൽ നിന്നും ചിത്രം നേടിയത് 9.66 കോടി രൂപയാണ്. അതേസമയം ഇന്ത്യക്ക് പുറത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും ചിത്രത്തിന് കാര്യമായ കളക്ഷൻ നേടാൻ സാധിച്ചില്ലെന്ന് തന്നെ കാണാം. ഏകദേശം 5.19 കോടി രൂപ മാത്രമാണ് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് പൃഥ്വിരാജ് ചിത്രത്തിന് നേടാനായത്. ഇതോടെ ചിത്രത്തിന്റെ ആകെ കളക്ഷൻ 14.85 കോടി രൂപയിൽ ഒതുങ്ങുകയാണ്. ഐ നോബഡി പോലെ വമ്പൻ കാസ്റ്റിംഗും ക്രാഫ്റ്റും ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ ബജറ്റിന്റെ പകുതി പോലും ഈ കളക്ഷനോട് തിരിച്ചുപിടിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പൃഥ്വിരാജിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടികളാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വർഷം പുറത്തിറങ്ങിയ വിലായത്ത് ബുധ ദയനീയമായി പരാജയമേറ്റു വാങ്ങിയപ്പോൾ പിന്നാലെ ഐ നോബഡിയും ഇതേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ താരത്തിന് പ്രതീക്ഷയ്ക്ക് വരാനിരിക്കുന്ന ചിത്രമായ വൈശാഖ് സംവിധാനം ചെയ്ത അടുത്ത മാസം 20-ന് റിലീസ് ചെയ്യുന്ന ഖലീഫ മോഹൻലാൽ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ വലിയ ഹൈപ്പായി ഖലീഫയ്ക്ക് ലഭിക്കുന്നുണ്ട്.